ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് യൂണിറ്റ് 9 ആണ്. ഗാന്ധിജി ആൻഡ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരങ്ങളും. ഓക്കെ, ഇവിടെ ഒരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പിലെ അമ്മ എന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിജിയുടെ വലിയൊരു ആരാധകനായിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം ഗാന്ധിജിയെ കാണാൻ പോയതും ഗാന്ധിജിയെ തൊട്ടതും അത് വീട്ടിൽ വന്ന് പറഞ്ഞ അനുഭവമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡറേറ്റ് ഫേസും എക്സ്ട്രീമിസ്റ്റ് ഫേസൊക്കെ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ. ഈ പാഠത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗാന്ധിയൻ ഫേസ് ആണ്. ഗാന്ധിയൻ ഫേസ് എന്ന് പറഞ്ഞാൽ 1919 തൊട്ട് 1947 വരെ, 1919 to 1947 ഈസ് നോൺ ആസ് ദി ഗാന്ധിയൻ ഫേസ്. ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് വെക്കുക. ദ തേർഡ് ഫേസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ് ബിഗാൻ വിത്ത് ദ അറൈവൽ ഓഫ് ഗാന്ധിജി. ദ പീരീഡ് ബിറ്റ്വീൻ 1919 and 1947 when ഗാന്ധിജി ലെഡ് ദ മൂവ്മെൻറ്റ് ഈസ് നോൺ ആസ് ഗാന്ധിയൻ ഫേസ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും മാർക്ക് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. Gandhiji's entry into the national movement. An eventful stay in South Africa for many years, Gandhiji returned to India on 9 January 1915. He travelled through the length and breadth of the country to discover India and to discern the problems of Indians. Gandhiji led an exemplary life of simplicity. He interacted with the common people in their language. സൗത്ത് ആഫ്രിക്കയിൽ വളരെയധികം വർഷം ജീവിച്ച് ഗാന്ധിജി 9 ജാനുവരി 1915 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ഇന്ത്യയിൽ ഉടനീളം അദ്ദേഹം യാത്രകൾ നടത്തി ഇന്ത്യക്കാരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞു. അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫാണ് ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ കോമൺ പീപ്പിൾ, സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. മാർക്ക് ചെയ്ത് വെക്കുക. സത്യാഗ്രഹം എന്താണെന്നുണ്ട്? ഹി ഡിവൈസ്ഡ് എ യുണീക് മെത്തേഡ് ഓഫ് നോൺ വയലന്റ് റെസിസ്റ്റൻസ് നോൺ ആസ് സത്യാഗ്രഹ. അഹിംസയിൽ അധിഷ്ഠിതമായി അദ്ദേഹം സത്യാഗ്രഹ എന്നൊരു മെത്തേഡും രൂപപ്പെടുത്തി. ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ സബർമതി ആശ്രം അറ്റ് അഹമ്മദാബാദ് ഇൻ ഗുജറാത്ത് ഫോർ ദി പ്രൊപ്പഗേഷൻ ഓഫ് ഹിസ് ഐഡിയാസ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി അദ്ദേഹം സബർമതി ആശ്രം സെറ്റപ്പ് ചെയ്തു. എവിടെയാണത്? അഹമ്മദാബാദിലാണ്. The leadership of Gandhiji led to massive participation of people in നാഷണൽ മൂവ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ഇന്ത്യയിലുടനീളം അദ്ദേഹത്തിന് ഫോളോവേഴ്സിനെ നേടിക്കൊടുത്തു. ഓക്കെ, ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സത്യാഗ്രഹം എന്താണെന്നാണ്. സബർമതി ആശ്രം സെറ്റപ്പ് ചെയ്തത് അഹമ്മദാബാദിലാണ് ഗാന്ധിജിയുടെ ഐഡിയാസൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സത്യാഗ്രഹം എന്താണെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സത്യാഗ്രഹ മീൻസ് ഹോൾഡിംഗ് ട്രൂത്ത് ഫേംലി. സത്യത്തെ മുറുക്കി പിടിക്കുക എന്നുള്ളതാണ് സത്യാഗ്രഹയുടെ മീനിങ്. ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വയലൻസ്. അഹിംസയെ ബേസ് ചെയ്തിട്ടാണ് സത്യാഗ്രഹ ഉണ്ടാക്കിയിട്ടുള്ളത്. ദ സത്യാഗ്രഹി കണ്ടം സിൻ ബട്ട് ഡസ് നോട്ട് കണ്ടം ദ സിന്നർ. സത്യാഗ്രഹി വെറുക്കുന്നത് എന്തിനെയാണ്? പാപത്തെയാണ്. ഒരിക്കലും പാപം ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ പാപിയെ വെറുക്കുന്നില്ല. ദ സത്യാഗ്രഹി ബിലീവ്സ് ദാറ്റ് ദ കൺസൈൻസ് ഓഫ് ദി സിന്നർ ക്യാൻ ബി അവേക്കൺഡ്. തിന്മ ചെയ്യുന്നവൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്താമെന്നാണ് സത്യാഗ്രഹി വിശ്വസിക്കുന്നത്. അപ്പം പ്രിപ്പയർ എ നോട്ട് ഓൺ ഏർലിയർ ആക്ടിവിറ്റീസ് ഓഫ് ഗാന്ധിജി ഓൺ ഹിസ് റിട്ടേൺ ഫ്രം സൗത്ത് ആഫ്രിക്ക. എന്തൊക്കെയാണ് എഴുതേണ്ടത്? ഹി റിട്ടേൺ ടു ഇന്ത്യ ഓൺ 9 ജാനുവരി 1915. ഹി ട്രാവൽ ത്രൂ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഹിസ് കൺട്രി. ഹി ലെഡ് എ ലൈഫ് ഓഫ് സിംപ്ലിസിറ്റി. ഹി ഇൻട്രാക്റ്റഡ് വിത്ത് കോമൺ പീപ്പിൾ ഇൻ ദെയർ ലാംഗ്വേജ്. അതുപോലെ തന്നെ ഹി ഡിവൈസ്ഡ് എ യുണീക് മെത്തേഡ് ഓഫ് നോൺ വയലൻസ് നോൺ ആസ് സത്യാഗ്രഹ. ഹി എസ്റ്റാബ്ലിഷ്ഡ് സബർമതി ആശ്രം അറ്റ് അഹമ്മദാബാദ് ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയാസ്. ഈ മാർക്ക് ചെയ്തതൊക്കെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഏർലിയർ മൂവ്മെൻറ്റ്സ് ആണ്. വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റ്സിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദ ഫസ്റ്റ് സ്ട്രൈക്ക് ലെഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ വാസ് ചമ്പാരൻ സത്യാഗ്രഹ. മാർക്ക് ചെയ്ത് വെക്കുക. ഇൻ 1917. ആദ്യമായി ഗാന്ധിജി ഒരു സത്യാഗ്രഹം നടത്തിയത് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹയാണ്. അത് 1917 നടന്നിരുന്നത്. അത് എന്തിനെതിരായിട്ടായിരുന്നു? ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഓഫ് ചമ്പാരൻ ഇൻ ബീഹാർ ബൈ ദി ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ്. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം എന്നാണ് അർത്ഥം. അപ്പോൾ ഇൻഡിഗോ ഫാമേഴ്സിന്, നീലം കർഷകരെ പല രീതിയിൽ വെള്ളക്കാർ, ആ കൃഷിയിടത്തിൻ്റെ ഉടമയായ വെള്ളക്കാർ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാക്കിയിരുന്നു. അപ്പോൾ അതിന് എതിരായിട്ടാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് 1917. ആസ് എ റിസൾട്ട് ദി ബ്രിട്ടീഷ് വർ കമ്പൽഡ് ടു അഡോപ്റ്റ് മെഷേഴ്സ് ദാറ്റ് ബ്രോട്ട് റിലീഫ് ടു ദ ഫാമേഴ്സ്. കർഷകർക്ക് ആശ്വാസകരമായ പല തീരുമാനങ്ങളും ബ്രിട്ടീഷുകാർക്ക് ഈ ചമ്പാരൻ സത്യാഗ്രഹം വന്നതോടുകൂടി എടുക്കേണ്ടി വന്നു.
നെക്സ്റ്റ് പറയുന്നത് ഇൻ 1918 ഗാന്ധിജി ലെഡ് അനദർ സ്ട്രൈക്ക് ഫോർ ദി വേജ് ഹൈക്ക് ഓഫ് കോട്ടൺ മിൽ വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ്. ഇറ്റ് വാസ് ദി ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക് എവർ എംപ്ലോയ്ഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ. കോട്ടൺ മിൽ വർക്കേഴ്സ്, തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി അദ്ദേഹം സ്ട്രൈക്ക് നടത്തിയത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു അത്. In the same year, Kheda in Gujarat was struck by a natural calamity and there was immense crop failure. The peasants of Kheda appealed to the British government for the tax relaxation. The appeal was rejected by the authorities and Gandhiji called for a strike of non-payment of tax. അതേ വർഷം തന്നെ, അതായത് 1918 തന്നെ ഗുജറാത്തിലുള്ള കേഡയിൽ ഒരു നാച്ചുറൽ കലാമിറ്റി, ഒരു പ്രകൃതി ദുരന്തമുണ്ടായി. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിളകളെല്ലാം നഷ്ടപ്പെട്ടു. അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് എന്ത് ചോദിച്ചു? അവർക്ക് നികുതി ഇളവ് നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ ആ ഒരു അഭ്യർത്ഥന ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരസിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു നിഷേധം വന്നതോടുകൂടി ഗാന്ധിജി ഒരു സ്ട്രൈക്ക് അനൗൺസ് ചെയ്തു. എന്താണ്? സ്ട്രൈക്ക് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ഇനി നികുതി നൽകാതിരിക്കാനുള്ള ഒരു സ്ട്രൈക്ക് കൂടി അദ്ദേഹം ആഹ്വാനം ചെയ്തു. How do the strategies of the earlier movements led by Gandhiji differ from that of extremist movement? Prepare a note based on your discussion. എന്താണ് എക്സ്ട്രീമിസ്റ്റ് ചെയ്തിരുന്നത്? കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ള അപ്രോച്ചാണ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത് അല്ലേ? പക്ഷേ ഗാന്ധിജിയുടെ എല്ലാ സത്യാഗ്രഹ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആയിക്കോട്ടെ, അതൊക്കെ ബേസ് ചെയ്തിരുന്നത് നോൺ വയലൻസിലും അഹിംസയിലും ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി സമാധാനപരമായിരുന്നു, പീസ്ഫുൾ ആയിരുന്നു ഗാന്ധിജിയുടെ എല്ലാ മൂവ്മെൻറ്റ്സും. പക്ഷേ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ്സിൽ കുറച്ചും കൂടി വയലൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഏർലിയർ മൂവ്മെൻറ്റ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നു. പിന്നെ നടന്നത് 1918 കോട്ടൺ മിൽ വർക്കേഴ്സിൻ്റെ സാലറി വർദ്ധിപ്പിക്കാനുള്ള സമരമായിരുന്നു. അതാണ് അദ്ദേഹം നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം. ഫോർ സിവിൽ റൈറ്റ്സ്, പൗരാവകാശത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഫയറിംഗ് ഓഫ് മെഷീൻ ഗൺ ഇൻ ടു ക്രൗഡ്സ്, ഫ്ലോഗിംഗ് ഓഫ് മെൻ ഇൻ പബ്ലിക്, കമാൻഡിയറിംഗ് ഓഫ് വെഹിക്കിൾസ് ഓൺ ബൈ ഇന്ത്യൻസ്, കോൺഫിസ്കേഷൻ ഓഫ് പ്രോപ്പർട്ടി. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാർക്കെതിരായിട്ട് നടത്തിയ പല കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജനക്കൂട്ടത്തിലേക്ക് വെടിയുതിർക്കുക ഒരു കാരണവുമില്ലാതെ, അതുപോലെ റിമൂവൽ ഓഫ് ഫാൻസ് ഫ്രം ഇന്ത്യൻ ഹോംസ്, ഇന്ത്യക്കാരുടെ വീട്ടിലുള്ള ഫാനുകളൊക്കെ അഴിച്ചത് ബ്രിട്ടീഷുകാരുടെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുക. ഹാൻഡ് കപ്പിംഗ് ആൻഡ് ഡ്രോപ്പിംഗ് പീപ്പിൾ ടുഗെദർ ആൻഡ് എക്സിബിറ്റിംഗ് ദം ഇൻ പബ്ലിക്, കൈവലങ്ങിടുക. അതുപോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് കെട്ടിയിട്ട് അവരെ റോഡിലൂടെ നടത്തുക. ഫ്ലോഗിംഗ് ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്കൂൾ ബോയ്സ് ബിക്കോസ് ദേ ഹാപ്പൻ ടു ബി ബിഗർ ദാൻ അതർ ബോയ്സ്, സ്കൂളിലെ ഉയരം കൂടിയ കുട്ടികളെ ബാക്കിയുള്ളവരെക്കാളും വലുതാണെന്ന് പറഞ്ഞ് ചാട്ടവാറടിക്കുക. ഇതൊക്കെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ചെയ്തിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്തിനെയാണ് കാണിക്കുന്നത്? ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. മനുഷ്യത്വ രഹിതമായ കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ചെയ്തതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. റോളറ്റ് ആക്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാർക്ക് ചെയ്ത് വെക്കുക. The British authorities implemented several unjust laws that denied civil rights to British Indians. Among them, the Rowlatt Act triggered mass protest. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇങ്ങനെ പല രീതിയിലുള്ള ലോസും കൊണ്ടുവന്നു മനുഷ്യത്വരഹിതമായിട്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്നതായിരുന്നു റോളറ്റ് ആക്ട്. ഓക്കെ, ആ റോളറ്റ് ആക്ടിനെതിരായിട്ട് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെ വന്നു. ആ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ ആക്ട് ഓതറൈസ് ദ ഗവൺമെൻറ് ടു അറസ്റ്റ് ആൻ ഇന്ത്യൻ വിത്തൗട്ട് എനി വാറൻറ്റ് കൂടാതെ ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യാം. ഡീറ്റെയിൻ എനി ഇന്ത്യൻ ഇൻഡെഫിനിറ്റ്ലി വിത്തൗട്ട് ട്രയൽ, വിചാരണയില്ലാതെ ഇന്ത്യക്കാരനെ അനിശ്ചിതകാലം തടവിൽ വയ്ക്കാം. കണ്ടക്ട് ട്രയൽസ് ഇൻ സ്പെഷ്യൽ ട്രിബ്യൂണൽസ്, കോടതികളിൽ. സ്പെഷ്യൽ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ ചെയ്യാം. ഡിനൈ ദ റൈറ്റ് ഓഫ് അപ്പീൽ ഓഫ് പെറ്റീഷൻ, കോടതി വിധിക്കെതിരെ അപ്പീല് നിഷേധിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ 4 മെയിൻ പോയിന്റ്സ് വരുന്നത്. അപ്പോൾ റോളറ്റ് ആക്ട് ചോദിച്ചാൽ ഇത് മുഴുവൻ എഴുതണം. ഇനി എന്താണ്? പീപ്പിൾ ഇൻറ്റൻസ്ലി ഒപ്പോസ് ദ ആക്ട് ബൈ ഓർഗനൈസിങ് മാർച്ചസ്, ഹങ്കർ സ്ട്രൈക്ക്, ഡെമോൺസ്ട്രേഷൻ, പബ്ലിക് മീറ്റിംഗ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. ഗാന്ധിജി കോൾഡ് ഫോർ എ കൺട്രി വൈഡ് പ്രൊട്ടസ്റ്റ് ഒബ്സർവിംഗ് 6th April 1919 as the Black Day. The whole nation responded with a hitherto unseen zest. ഈ നിയമത്തിന്, ഈ റോളറ്റ് ആക്ടിനെതിരെ ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധിച്ചു. എന്തൊക്കെ ഉണ്ടായിരുന്നു? ധർണകൾ ഉണ്ടായിരുന്നു, നിരാഹാര സമരങ്ങൾ ഉണ്ടായിരുന്നു, പബ്ലിക് മീറ്റിങ്ങുകൾ നടത്തി, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവയൊക്കെ നടത്തി. 6th April 1919 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഈ ഒരു ആഹ്വാനത്തോടെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ അഭൂതപൂർണമായ ഒരു സപ്പോർട്ട് തന്നെ കിട്ടിയെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് അതിനെതിരായിട്ടുള്ള റോളറ്റ് ആക്ടിനെതിരായിട്ടുള്ള
പ്രക്ഷോഭങ്ങൾ പല സ്ഥലത്തും നടന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻ പഞ്ചാബ് ദി ലീഡേഴ്സ് ഓഫ് ദി പ്രൊട്ടസ്റ്റ് ഡോട്ടർ സത്യപാൽ ആൻഡ് ഡോട്ടർ സെയ്ഫുദ്ദീൻ കിച്ലു വർ അറസ്റ്റഡ്. പഞ്ചാബിൽ ഈ പ്രൊട്ടസ്റ്റ് ലീഡേഴ്സായ ഡോക്ടർ സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്തു. A public meeting was held at Jallianwala Bagh in protest. Jallianwala Bagh was a spacious public ground surrounded by walls on three sides with a narrow exit. The British soldiers fired at the unarmed crowd. More than 1,000 people were killed and many more were injured. The army did not permit anyone to nurse the wounded, to give them water, or to remove the dead bodies. This dreadful event is known as Jallianwala Bagh massacre. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ വരുന്നുണ്ട്. റോളക്റ്റ് ആക്ട് എന്താണ്, അതുപോലെ തന്നെ ജാലിയൻവാല ബാഗ് മസാക്കർ ഏതാണ്. ഓക്കെ, പഞ്ചാബിൽ ഈ റൗളറ്റ് ആക്ടിനെതിരായിട്ടുള്ള ലീഡേഴ്സായ സൈഫുദ്ദീൻ കിച്ലുവിനെയും അതുപോലെ തന്നെ ഡോക്ടർ സത്യപാലിനെയും അറസ്റ്റ് ചെയ്തു. ഇതിനെതിരായി ജാലിയൻവാല ബാഗിൽ വലിയൊരു മീറ്റിംഗ് തന്നെ നടന്നു. ജാലിയൻവാല ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബാഗ് എന്ന് പറഞ്ഞാൽ ഉദ്യാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജാലിയൻവാല ബാഗ് ഒരു സ്പേഷ്യസ്, വളരെ സ്ഥലമുള്ളൊരു ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷേ അത് മതിലുകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും ആകെ ഒരു കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടീഷ് സോൾജേഴ്സ് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സോൾജേഴ്സ് ഈ കവാടത്തിൽ വന്ന് നിന്ന് അവിടെ കൂടിയ ജനക്കൂട്ടങ്ങൾക്ക് എതിരായിട്ട് വെടിയുതിർത്തു. അതിൽ വളരെയധികം ആൾക്കാർ കൊല്ലപ്പെടുകയും വളരെയധികം പേര് ഇഞ്ചേർഡ് ആവുകയും ചെയ്തു. ഓക്കെ, പക്ഷേ ആർമി ഇഞ്ചേർഡ് ആയവരെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു കുറച്ച് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ അവിടുന്ന് ഡെഡ് ബോഡീസ്, മൃതശരീരങ്ങൾ റിമൂവ് ചെയ്യാനോ പെർമിഷൻ ആർക്കും നൽകിയില്ല. ഈ ഒരു ഡ്രെഡ്ഫുൾ ഇവൻറ്റിന്, ഈ ഒരു വേദനാജനകമായൊരു ഇവൻറ്റിൻ്റെ പേരാണ് ജാലിയൻവാല ബാഗ് മസാക്കർ. ഓക്കെ, അപ്പോൾ ഈ ജാലിയൻവാല ബാഗ് മസാക്കറിനെതിരായിട്ട് എന്തൊക്കെ നടന്നു മാർക്ക് ചെയ്ത് വെക്കുക. ഗാന്ധിജി റിലിങ്ക്വിഷ് ദ ടൈറ്റിൽ കൈസറെ ഹിന്ദ് കൺഫേർഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ കൈസറെ ഹിന്ദ് എന്ന ടൈറ്റിൽ ഗാന്ധിജി തിരിച്ചു നൽകി. രവീന്ദ്രനാഥ് ടാഗോർ റിനൗൺസ് ദ ടൈറ്റിൽ ഓഫ് സർ കൺഫേർഡ് ബൈ ദ ബ്രിട്ടീഷുകാർ നൽകിയ സർ എന്ന ടൈറ്റിൽ രവീന്ദ്രനാഥ് ടാഗോർ തിരിച്ചു നൽകി. കൺട്രി വൈഡ് പ്രൊട്ടസ്റ്റ് ഫോർ ഓർഗനൈസ്ഡ്. രാജ്യമെമ്പാടും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് റോളക്റ്റ് ആക്ട് എന്താണ് ബ്ലാക്ക് ഡേ ഒബ്സർവ് ചെയ്തത്, പിന്നെ എന്താണ് ജാലിയൻവാല ബാഗ് മസാക്കർ, അതിനെതിരായിട്ട് എന്തൊക്കെയാണ് സ്റ്റെപ്സ് എടുത്തിരുന്നത്, അതും പഠിക്കുക. ഓക്കെ, what was the approach of British government towards this peaceful and non-violent protest? Evaluate in the context of Jallianwala Bagh massacre. ഇപ്പോൾ ഈ കാണിച്ച ഇൻ പഞ്ചാബ് തൊട്ട് ഈ കൺട്രി വൈഡ് പ്രൊട്ടസ്റ്റ് ഓർഗനൈസ്ഡ് അതുവരെയുള്ളത് നിങ്ങൾക്ക് എഴുതാം. ദ വാലിയൻ ഉദ്ധം സിംഗ്, ധീരനായ ഉദ്ധം സിംഗിനെ പറ്റി പറയുന്നുണ്ട്. ദ യങ് ഉദ്ധം സിംഗ് വാസ് എ വിറ്റ്നസ് ടു ദ ജാലിയൻവാല ബാഗ് മസാക്കർ. ജാലിയൻവാല ബാഗ് മസാക്കർ, ആ കൂട്ടക്കൊലയുടെ ഒരു ദൃക്സാക്ഷിയായിരുന്നു കുട്ടിയായ ഉദ്ധം സിംഗ്. ഇയേഴ്സ് ലേറ്റർ ഹി വെന്റ് ടു ഇംഗ്ലണ്ട് ആൻഡ് ഷോട്ട് ഡെഡ് മൈക്കൽ ഒഡയർ ഹു ഓർഡേർഡ് ദ മസാക്കർ. ഇങ്ങനെ ഒരു കൂട്ടക്കുരുതിക്ക് ഓർഡർ ചെയ്ത അന്നത്തെ ഹെഡായ മൈക്കൽ ഒഡയറിനെ അദ്ദേഹം വെടിവെച്ചു കൊന്നു എന്നാണ് പറയുന്നത്. സിംഗ് വാസ് എക്സിക്യൂട്ടഡ് ഓൺ 31 ജൂലൈ 1940. 31 ജൂലൈ 1940 അദ്ദേഹത്തെ തൂക്കിലേറ്റി ആൻസറായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. സുപ്രീം ലീഡർ ഓഫ് ഉസ്മാനിയ ഓർ ദി ഒട്ടോമൻ എംപയർ ബേസ്ഡ് ഇൻ ടർക്കി വാസ് നോൺ എസ് കാലിഫ്. ഒട്ടോമൻ എംപയറിൻ്റെ റൂളറിനെ പറഞ്ഞിരുന്നതാണ് കാലിഫ് എന്നത്. കാലിഫ് വാസ് ഓൾസോ റിഗാർഡഡ് ആസ് എ സ്പിരിച്വൽ ലീഡർ ഓഫ് മുസ്ലിംസ് വേൾഡ് ഓവർ. മുസ്ലിംസിൻ്റെ സ്പിരിച്വൽ ലീഡറായും ഈ കാലിഫ് അറിയപ്പെട്ടിരുന്നു. During the First World War, Turkey joined the alliance opposing Britain. The Khilafat movement was formed to protest against the injustice done to Caliph in the war by the British. അപ്പോൾ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം ചെയ്തത് എന്തിനാണ്? ഖലീഫയ്ക്ക് എതിരായിട്ടുള്ള ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത്. ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. ഇവരെന്തായും അറിയപ്പെട്ടിട്ടുണ്ട്? ദേ ആർ ഓൾസോ നോൺ ആസ് അലി ബ്രദേഴ്സ്. ഗാന്ധിജി ബിലീവ് ദാറ്റ് ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് വുഡ് സ്ട്രെങ്തൻ ദ സോളിഡാരിറ്റി ഫോംഡ് among Hindus and Muslims during the anti-Rowlatt movement. He extended his full support and cooperation to the movement. He accepted the presidency of All India Khilafat Committee. Khilafat Day was observed all over India on 17th October 1990. ഗാന്ധിജിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഈ റൗളറ്റ് ആക്ടിന് എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ശക്തി നൽകുമെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖിലാഫത്ത് മൂവ്മെൻറ്റിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും വാഗ്ദാനം ചെയ്തു.
ഖിലാഫത്ത് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഡേ ഏതാണ്? 17th October 1919 ആണ്. The non-cooperation movement was a mass protest conducted by the Indian National Congress under the leadership of Gandhiji. It was a special session of INC held at Calcutta in 1920 that approved the non-cooperation movement. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിസ്സഹകരണ സമരം നടത്തിയിരുന്നത് ആരാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ സമരം നടത്തിയത്. ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് അപ്രൂവൽ കിട്ടിയത് 1920 1920 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷനിൽ വെച്ചിട്ടാണ്. ഇൻ ഹിസ് ലെറ്റർ ടു വൈസ്രോയ് ഹെറാൾഡിംഗ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഹെറാൾഡിംഗ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് മുമ്പായി വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഫ്രം ടൈം ഇമ്മമോറിയൽ of the subject to refuse to assist a ruler who misrules. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അത് അനുസരിക്കാതിരിക്കാൻ പ്രജകൾക്ക് പണ്ട് കാലം മുതലേ അധികാരമുണ്ട് എന്നാണ് ഈ ഒരു ലൈനിൻ്റെ മീനിങ്. ഇനി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 2 ലെവലായിട്ടാണ് നടത്തിയിരുന്നത്. ഇതൊക്കെയാണ് ബോയ്ക്കോട്ടിംഗ് ആൻഡ് ത്രൂ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വയ്ക്കുക, പഠിക്കണം. ബോയ്ക്കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരണമാണ്. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായ പ്രോഗ്രാംസ്. ബോയ്ക്കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ അവോയ്ഡ് ചെയ്തത് അല്ലെങ്കിൽ ബഹിഷ്കരിച്ചത് എന്തൊക്കെയാണ്? ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ക്ലോത്ത്സ്, വിദേശ നിർമ്മിതമായ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു. ഡിസൈനിങ് ജോബ്സ് ആൻഡ് റിനൗൺസിങ് ഹോണേഴ്സ്, ബ്രിട്ടീഷുകാരുടെ ജോലികളും അവർ കൊടുത്ത ഈ ടൈറ്റിൽ, സർ എന്ന ടൈറ്റിൽ തിരിച്ചു കൊടുത്തു, കൈസറെ ഹിന്ദ് എന്ന ടൈറ്റിൽ തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് പറഞ്ഞാൽ നികുതി ഇനി അടയ്ക്കാതിരിക്കുക. ബോയ്ക്കോട്ടിംഗ് കോഡ്സ്, എല്ലാ കോടതികളും ബഹിഷ്കരിച്ചു. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്, ക്രിയാത്മകമായ പ്രോഗ്രാംസ് എന്താണ്? ഹിന്ദു മുസ്ലിം യൂണിറ്റി, മുസ്ലിം ഹിന്ദു ഐക്യം, പോപ്പുലറൈസേഷൻ ഓഫ് ഖാദി പ്രോഡക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയൊക്കെ ഇല്ലാതെയാക്കി. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ സ്കൂൾസ്, പുതിയ സ്കൂളുകൾ എല്ലാവരുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി സെറ്റപ്പ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മലബാർ റെബില്യൻ ആണ്. കേരളത്തിൽ നടന്ന റെബില്യൻസ്, പ്രതിഷേധങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മലബാർ റെബില്യൻ. അത് നടന്നത് 1921 ഓക്കെ. ദ ടെനൻസ് ഓഫ്, മാർക്ക് ചെയ്ത് വെക്കുക, 1921. The tenants of Malabar faced several acts of injustice from the landlords like eviction from agricultural land, imposition of heavy taxes and unaffordable share of net agricultural produce. മലബാറിലുള്ള കർഷകർ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായിരുന്നു. എവിക്ഷൻ ഫ്രം അഗ്രികൾച്ചർ ലാൻഡ്, അവർ കൃഷി ചെയ്ത ഭൂമിയിൽ നിന്ന് അവരെ പുറത്താക്കിയിരുന്നു. ഇമ്പോസിഷൻ ഓഫ് ഹെവി ടാക്സസ്, വലിയ രീതിയിലുള്ള നികുതികൾ ചുമത്തിയിരുന്നു. ആൻഡ് അൺഅഫോർഡബിൾ ഷെയർ ഓഫ് നെറ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, എന്താണ്? പാട്ടം അല്ലേ? അവർ ഉൽപ്പാദിപ്പിക്കുന്ന, അവരുണ്ടാക്കിയെടുക്കുന്ന ആ വിളയിലെ ഭൂരിഭാഗവും ഈ ലാൻഡ് ലോഡ്സ്, അതിൻ്റെ ഭൂവുടമകൾ കൊണ്ടുപോയിരുന്നു. അതിനെയാണ് പാട്ടം എന്ന് പറയുക. ദി ബ്രിട്ടീഷ് ഒഫീഷ്യൽ സപ്പോർട്ടഡ് സച്ച് ആക്ഷൻ ഓഫ് ലാൻഡ് ലോഡ്സ്, ഇങ്ങനെയുള്ള ലാൻഡ് ലോഡ്സിൻ്റെ ഭൂവുടമകളുടെ ആക്ഷനെയൊക്കെ ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ദിസ് കോയിൻസൈഡഡ് വിത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആൻഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ബിക്കമിങ് ആക്റ്റീവ് ഇൻ കേരള. ഗാന്ധിജി വിസിറ്റഡ് കേരള വിത്ത് മൗലാന ഷൗക്കത്ത് അലി. അപ്പോൾ ഈ ഒരു സമയത്താണ് ഖിലാഫത്ത് മൂവ്മെൻറ്റും അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും കേരളത്തിൽ സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയോടുകൂടി കേരളത്തിൽ ഒരു വിസിറ്റ് നടത്തിയതും ഈ ഒരു സമയത്ത് തന്നെയായിരുന്നു. Okay. The Khilafat movement and the annual Congress session at Manjeri in 1920 created an awakening among the farmers. അപ്പോൾ മഞ്ചേരിയിൽ നടന്ന ആനുവൽ കോൺഗ്രസ് സെഷനും അതുപോലെ തന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും കർഷകരുടെ ഈ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള മൂവ്മെൻറ്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അബ്ല റെബില്യനിൽ പങ്കെടുത്തിരുന്ന ഫാമേഴ്സിലെ അധികം ആൾക്കാരും ആരായിരുന്നു? മുസ്ലിംസ് ആയിരുന്നു. At the peak of the anti-British and anti-landlord resentment, the people detained the police who arrived to arrest Vadakke Veetil Muhammad, the then secretary of Pookotur Khilafat Committee. There also spread a rumor that Ali Musliya, the leader of Khilafat movement, was arrested. ഈ ഒരു മൂവ്മെൻറ്റ്, ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള ആ രോഷം അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ബ്രിട്ടീഷ് പോലീസുകാർ വന്നിട്ട് വടക്കേ വീട്ടിൽ മുഹമ്മദ്, ആ സമയത്തെ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലെത്തിയത്. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാരെയൊക്കെ ജനം വളഞ്ഞു എന്നാണ് പറയുന്നത്. ദർ ഓൾസോ സ്പ്രെഡ് എ റൂമർ ദാറ്റ് അലി മുസ്ലിയ, ദി ലീഡർ ഓഫ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്, വാസ് അറസ്റ്റഡ്. ഒരു റൂമർ, ഒരു കിംവദന്തി പറഞ്ഞിരുന്നു. എന്താണ്? ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ അവിടുത്തെ ലീഡറായിരുന്ന അലി മുസ്ലിയാറെ പോലീസ് ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ അതെന്തിന് ഇടയാക്കിയിട്ടില്ല? ടു ദ ഔട്ട് ബ്രേക്ക് ഓഫ് റെബില്യൻ ഇൻ താലൂക്സ് ഓഫ് എറനാട്, വള്ളുവനാട് ആൻഡ് പൊന്നാനി. എറനാടിലും വള്ളുവനാടിലും പൊന്നാനിയിലുമൊക്കെ ഇതിനെതിരായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊട്ടി
പൊട്ടിപ്പുറപ്പെട്ടു. ദ റിബൽസ് വാസ് ഓൾസോ ഫ്യൂരിയസ് അറ്റ് ദ ലാൻഡ് ലോഡ്സ് ഹു അസിസ്റ്റഡ് ദ ബ്രിട്ടീഷുകാർക്കെതിരായി മാത്രമല്ല ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ചെയ്തിരുന്ന ഈ ഭൂ ഉടമകൾക്കെതിരായിട്ടും ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ അണപൊട്ടി. അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വർ എക്സിക്യൂട്ടഡ് ബൈ ദ ബ്രിട്ടീഷ്. അലി മുസ്ലിയാർ ഓൾറെഡി ഒരു റൂമർ വരുന്നിരുന്നല്ലേ അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു എന്ന്. അലി മുസ്ലിയാറിനെയും അതുപോലെ തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് വേഗൻ ട്രാജഡി ആണ്. അപ്പോൾ മാർക്ക് ചെയ്ത് വയ്ക്കുക, പഠിക്കുക കേട്ടോ. Around 90 fighters who had been arrested in the Mapla rebellion were dispatched to Coimbatore from Tirur railway station stuffed into a goods carrier അല്ലെങ്കിൽ ഫ്രൈറ്റ്സ് വേഗൻ. ഈ മാപ്പിള റെബിലിയനും വേഗൻ ട്രാജഡിയും ഇന്റർ കണക്റ്റഡ് ആണ്. കാരണം എന്താണ്, മാപ്പിള റെബിലിയനിൽ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത 90 ഫൈറ്റേഴ്സിനെയാണ് തിരൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കയറ്റിവിട്ടത്. ഏത് വണ്ടിയിലാണ് കയറ്റിവിട്ടത്? തീവണ്ടിയിലെ ഗുഡ്സ് കാരിയർ, സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വാഗണില്ലേ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള പോലെ, അതിൽ കുത്തി നിറച്ചിട്ടാണ് അവരെ അവിടെ നിന്ന് കോയമ്പത്തൂരേക്ക് ട്രെയിനിൽ വിട്ടത്. ഗാസ്പിംഗ് ഫോർ എയർ ദേ ക്ലോഡ് അറ്റ് ഈച്ച് അതർ ഇൻ ടോർമെന്റിംഗ് agony. By the time the wagon reached Pottanur near Coimbatore, 72 had died and the rest were struggling to stay alive. കോയമ്പത്തൂരിന് മുമ്പ് പോത്തന്നൂർ എന്ന സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും അതിലെ 90 ഫൈറ്റേഴ്സിലെ 72 പേരും മരണമടഞ്ഞിരുന്നു. ബാക്കിയുള്ളവർ അവരുടെ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. ദിസ് ഇൻഹ്യൂമൻ ഇവന്റ് ദാറ്റ് ഹാപ്പൻഡ് ഓൺ 10 November 1921 ഈസ് നോൺ ആസ് വേഗൻ ട്രാജഡി. ഈ ഒരു ഇവന്റിനെയാണ് എന്ത് പറയുന്നത്? വേഗൻ ട്രാജഡി. The British brutally suppressed the mass movements against landlordism and unjust administration. ക്രൂരമായ മർദ്ദനത്തിലൂടെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ആൻറ്റി ബ്രിട്ടീഷ് മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റ്സും സപ്രസ് ചെയ്തത്. അപ്പോൾ പഠിക്കണം വേഗൻ ട്രാജഡി എന്താണെന്ന്. The British government brutally suppressed the struggles for freedom and lies a statement in backdrop of Malabar Rebellion and prepare a note on it. അപ്പോൾ ഇതിൽ എഴുതേണ്ടത് മലബാർ റെബിലിയനും അതുപോലെ തന്നെ വേഗൻ ട്രാജഡിയുമാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ ജാലിയൻവാല ബാഗ് മസാക്കർ ആണ്. നടന്ന വർഷം 1919 ആണ്. എവിടെയാണ് നടന്നത്? പഞ്ചാബിലെ അമൃത്സറിലാണ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് റോൾ ആക്ട്. വേഗൻ ട്രാജഡി എന്നാണ് നടന്നത്. വേഗൻ ട്രാജഡി നടന്നത് 10 November 1921 എഴുതാം. അതുപോലെ തന്നെ അത് എവിടെയാണ് നടന്നത്? ഇറ്റ് വാസ് ഇൻ പോത്തന്നൂർ നിയർ കോയമ്പത്തൂർ. 72 people were killed എന്ന് എഴുതാം. അതുപോലെ തന്നെ അത് ബ്രിട്ടീഷ് ബ്രൂട്ടലി സപ്രസ് ദ മാസ് മൂവ്മെൻറ്റ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കീ പോയിന്റ്സ് ആയിട്ട് എഴുതാം. Chauri Chaura. In 1922, farmers of Chauri Chaura village in UP organized a demonstration against the harsh measures of ബ്രിട്ടീഷുകാരുടെ ഇങ്ങനെയുള്ള ദുഷ്ചെയ്തികൾക്കെതിരെ ചോരി ചോര, ഉത്തർപ്രദേശിലുള്ള ചോരി ചോര എന്ന ഗ്രാമത്തിലെ ഫാമേഴ്സൊക്കെ ഒരുമിച്ച് കൂടി. പോലീസ് ഓപ്പൺ ഫയർ at the procession of around 3,000 unarmed farmers. നിരായുധരായ ഫാമേഴ്സ്, കൃഷിക്കാരുടെ മേലിൽ ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർത്തു. ദ ആംഗ്രി മോബ് റിറ്റാലിയേറ്റഡ് ബൈ ബേണിംഗ് ഡൗൺ ദ പോലീസ് സ്റ്റേഷൻ വിച്ച് റിസൾട്ടഡ് ഇൻ ദ ഡെത്ത് ഓഫ് 22 പോലീസ്മെൻ. പക്ഷേ ഇതിനെതിരായിട്ട് ആ ഫാമേഴ്സ് തിരിച്ചടിച്ചത് എങ്ങനെയാണ്? അവർ പോലീസ് സ്റ്റേഷൻ തീ വെച്ച് നശിപ്പിച്ചു. ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 22 പോലീസുകാരും അതിൻ്റെ ഒപ്പം വെന്തു മരിച്ചു. ഗാന്ധിജി കോൾഡ് ഓഫ് ഫോർ ദി non-cooperation movement completely as the incident violated the principles of non-violence. അഹിംസാ സിദ്ധാന്തങ്ങൾക്ക് എതിരായിട്ടാണ് ഇങ്ങനെയുള്ള പ്രക്ഷോഭം നടന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? വൈക്കം അമ്പലത്തിൻ്റെ ചുറ്റും അതിൻ്റെ അപ്പുറത്ത് അതിനടുത്തായി അവർണർക്കൊന്നും നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു അവകാശം നേടിക്കൊടുക്കാൻ വേണ്ടി നടന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. The Avarnas were not allowed to use the public roads around the Vaikam temple. The Vaikam Satyagraha in 1924 urged for the freedom of movement along these public roads for all sections of the society. അവർണർക്കൊന്നും ആ പബ്ലിക് റോഡിലൂടെ നടക്കാനുള്ള അധികാരമുണ്ടായിരുന്നില്ല. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 ഇങ്ങനെയുള്ള പൊതു നിരത്തിലൂടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി. In connection with the Satyagraha, Mannathu Padmanabhan led the famous Savarna Jatha.
മന്നത്ത് പത്മനാഭനായിരുന്നു ഇതിലെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സ്. അദ്ദേഹം സവർണ ജാഥ നടത്തി. സവർണർ എന്ന് പറഞ്ഞാൽ ആരാ? കുറച്ചുകൂടി ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ അവരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നടത്തിയ ജാഥയാണ് സവർണ ജാഥ. അതിൽ ലീഡർ ആരായിരുന്നു? മന്നത്ത് പത്മനാഭനായിരുന്നു. വൈക്കം സത്യാഗ്രഹ വാസ് എ റിമാർക്കബിൾ മൂവ്മെന്റ് ഇൻ ഇന്ത്യ അഗെയിൻസ്റ്റ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഇൻ പബ്ലിക് ഏരിയ. അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയ്ക്കെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് വൈക്കം സത്യാഗ്രഹ. അപ്പോൾ എന്താണ്, ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് മാത്രമല്ല മൂവ്മെൻറ്റ്സ് നടന്നിരുന്നത്, ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കെതിരായിട്ടും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് നടന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സവർണ ജാഥയെ പറ്റി പറയുന്നുണ്ട്. എക്സ്റ്റെൻഡിങ് സപ്പോർട്ട് ടു ദ വൈക്കം സത്യാഗ്രഹ, എ പ്രൊസഷൻ ഓഫ് സവർണാസ് upper caste Hindus led by Mannathu Padmanabhan set out from Vaikam temple to Thiruvananthapuram on 1st November 1924. They submitted a memorandum to Maharani Sethu Lakshmi Bai requesting the opening of all roads to Vaikam temple to all irrespective of religion and caste. വൈക്കം സത്യാഗ്രഹയ്ക്ക് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ സവർണർ, അപ്പർ കാസ്റ്റ്, ഉയർന്ന ജാതി, ഹിന്ദുക്കളിൽ ഉയർന്ന ജാതി നടത്തിയ ആ ജാഥയാണ് മന്നത്ത് പത്മനാഭൻ ലീഡ് ചെയ്തിരുന്നത്, നേതൃത്വം നൽകിയിരുന്നത്. വൈക്കം ടെമ്പിൾ തൊട്ട് തിരുവനന്തപുരം വരെയായിരുന്നു അത് നടന്നത്. 1st November 1924 അതിലൂടെ അവർ എന്ത് ചെയ്തു? അന്നത്തെ മഹാറാണിയായ സേതു ലക്ഷ്മി ബായിക്ക് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. എന്താണ് ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരുന്നത്? അവിടെയുള്ള ആ അമ്പലത്തിന് ചുറ്റുമുള്ള റോഡ് എല്ലാവർക്കും ഓപ്പൺ ആക്കണം, എല്ലാവർക്കും അതിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം, അവരുടെ റിലീജിയനോ കാസ്റ്റോ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫിയർലെസ് ഓഫ് ഹാങ്മാൻസ് റോപ്പ്. ഹാങ്മാൻസ് റോപ്പ് എന്ന് പറഞ്ഞാൽ തൂക്ക് കയറാണ്. തൂക്ക് കയറിനെ ഭയക്കാത്തവരാണ്. പേരുകൾ കണ്ടാൽ തന്നെ അറിയാം ആരൊക്കെയാണത്. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് ഒക്കെ ആയിരുന്നു. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ എക്സ്ട്രീമിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. Parallel to Gandhian strategies, several armed struggles were also organized during this period. Leaders like Chandrasekhar Azad, Bhagat Singh, Rajguru and Sukhdev formed the Hindu Republic Association that aimed at preparing the youth for freedom struggle. They became martyrs for the cause. അപ്പോൾ ഗാന്ധിജിയുടെ അഹിംസാ സമരങ്ങൾക്ക് പാരലായി തന്നെ, അതിന് സമാന്തരമായി തന്നെ പല രീതിയിലുള്ള സായുധ സമരങ്ങളും നടന്നിരുന്നു. അതിന് നേതൃത്വം കൊടുത്തിരുന്നവരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ. അവർ ഫോം ചെയ്ത അസോസിയേഷൻ ഏതാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആണ്. യുവാക്കളെ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര മൂവ്മെന്റ്സ്, സ്വാതന്ത്ര്യ സമരങ്ങൾക്കൊക്കെ വേണ്ടി സജ്ജരാക്കാനാണ് അവർ അങ്ങനെ ഒരു അസോസിയേഷൻ തുടങ്ങിയത്. ഇവരൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചവരാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കുറച്ച് വലിയ ലെസനാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.